ഇന്ന് ബി.ജെ.പിയുടെ നേതൃയോഗം കൊച്ചിയിൽ ചേരാൻ വേണ്ടി പോവുകയാണ്. സാധാരണഗതിയിൽ ബി.ജെ.പിയുടെ ഒരു നേതൃയോഗം ചേരുമ്പോൾ അതിന്റെ വഴിക്ക് പോവുകയാണ് പതിവ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ. കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ നിർണായക ചർച്ചയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാർട്ടിക്കുള്ളിൽ വലിയ പട സുരേന്ദ്രനെതിരെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ നേതൃയോഗത്തിൽ സുരേന്ദ്രനെ മാറ്റണമെന്ന് കൃഷ്ണദാസ് വിഭാഗവും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ വിഭാഗവും ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല വി മുരളീധരനും കെ സുരേന്ദ്രനെ കൈവിടുന്ന മട്ടാണ് എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത്. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ചേരിപ്പോരിനിടെ ബി.ജെ.പി നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. പാലക്കാട് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തോൽവിയുടെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടേക്കും. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം ഏകപക്ഷീയമായിരുന്നുവെന്ന ആക്ഷേപവും സുരേന്ദ്രനെതിരെ ഉയരുന്നുണ്ട്. അർച്ചന കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. അർച്ചന, പാലക്കാടെ തോൽവി ബി.ജെ.പിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനം തുലാസിൽ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ഈ നേതൃയോഗം ചേരുമ്പോൾ വലിയ വിമർശനം സുരേന്ദ്രനെ കേൾക്കേണ്ടി വരും. സുരേന്ദ്രൻ മാറണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയരാനും സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വി മുരളീധരനും മെല്ലെ മെല്ലെ കെ സുരേന്ദ്രനെ കൈവിട്ടു തുടങ്ങിയോ എന്ന സംശയങ്ങളും ഇപ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നേതൃയോഗം കെ സുരേന്ദ്രനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും മനു, ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയൊരു പോര് മുറുകുന്നതിനിടെയാണ് ഇപ്പോൾ നേതൃയോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം ഏറെ നിർണായകമായിരിക്കും. പ്രധാനമായും പാലക്കാടെ തോൽവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ സുരേന്ദ്രനെതിരെ വരുന്ന ആരോപണങ്ങളാണ്. അദ്ദേഹത്തിനെതിരെ ഒരു വിഭാഗം വലിയ രീതിയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങളാണ് നമ്മൾ പലയിടങ്ങളിൽ നേതാക്കളിൽ നിന്നായി അറിയുന്നത്. അതിൽ പ്രധാനമായും സുരേന്ദ്രൻ ഇത്തരത്തിൽ പാലക്കാട് തോൽവിക്ക് കാരണം സുരേന്ദ്രനാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്നും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിയണമെന്ന ചില ആവശ്യങ്ങളും ഈ നേതൃയോഗത്തിൽ ഉന്നയിച്ചേക്കാമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതും അത് കൂടുതൽ പരസ്യമായി കാണുക എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി ആയി മാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്നലെ നമ്മൾ സുരേന്ദ്രന്റെ പത്രസമ്മേളനം കണ്ടതാണ്. അതിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ മുരളീധരൻ പ്രസിഡന്റായിരുന്ന സ്ഥാനത്ത് പിറവത്ത് തോൽവി സംഭവിച്ചിരുന്നു. 2000 വോട്ടുകൾക്ക് തോറ്റിരുന്നു. അന്ന് ആരും അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ രാജി അത്തരത്തിലാകണമോ എന്ന കാര്യങ്ങളടക്കം ഇന്നലെ സുരേന്ദ്രൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതാണ് സുരേന്ദ്രനും വി മുരളീധരൻ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്ത് തുടങ്ങിയോ എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും ഉയരാനുള്ള കാരണം. മാത്രമല്ല, സുരേന്ദ്രനെ മുരളീധരൻ കൈവിട്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളും പല മുനയിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രതിസന്ധിയെ ഇന്ന് ആ നേതൃയോഗത്തിൽ അത് കൂടുതൽ പ്രകടമാകുമോ അല്ലെങ്കിൽ അത് രമ്യമായി പരിഹരിക്കുമോ എന്നാണ് പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും ഒരു വിഭാഗം നേതാക്കൾ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അത് പരസ്യ പ്രതികരണങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. തൃശ്ശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട ഈ സംസ്ഥാന നേതൃത്വം താഴെത്തട്ടുള്ള നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിലേക്കും പഴി ചാരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. ഇതിൻ്റെ ഒരു ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാലക്കാട് ചെയർപേഴ്സന്റെ പ്രതികരണം നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ശിവരാജന്റെ പ്രതികരണം. ഇത്തരം പ്രതികരണങ്ങളെല്ലാം തന്നെ പാർട്ടിക്കെതിരെ ശക്തമാണ്. അതായത് പ്രധാനമായും അവർ പറയുന്നത് കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നത് കൊണ്ടാണ് പാലക്കാട് ഇത്തരത്തിലൊരു തോൽവി ഉണ്ടായതെന്നാണ് ഈ പക്ഷം പ്രധാനമായും പറയുന്നത്. ഇവിടെ അർച്ചന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഉയർന്നൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കെ സുരേന്ദ്രൻ പാർട്ടിക്കുള്ളിൽ ഏകദേശം ഒറ്റപ്പെടുകയാണോ? സാധാരണഗതിയിൽ സുരേന്ദ്രനെതിരെ ആക്ഷേപം വന്നാൽ വി മുരളീധരൻ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാറുള്ളതാണ്. പക്ഷേ ഇത്തവണ ആ രീതിയിൽ അങ്ങനെ ഒരു പ്രതികരണം മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. സുരേന്ദ്രൻ പൂർണ്ണമായും ഒറ്റപ്പെടുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതും മുന്നിൽ കണ്ടുകൊണ്ടാണോ ഞാൻ രാജിക്ക് തയ്യാറാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും വാർത്തകളും ഇന്നലെ രാവിലെ മുതൽ സുരേന്ദ്രൻ ക്യാമ്പ് പ്രചരിപ്പിക്കുകയും ചെയ്തത്? തീർച്ചയായും മനു, കാരണം സുരേന്ദ്രന് ഇതുവരെ ഉണ്ടായിരുന്ന ഏക പിന്തുണ വി മുരളീധരനായിരുന്നു. കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് മുരളീധരനാണ് എല്ലാ പിന്തുണയും കെ സുരേന്ദ്രൻ നൽകിയിരുന്നത്. ആ പിന്തുണ നിലവിൽ നമ്മൾ കാണുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ടത്. കാരണം പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും ഇതുവരെ വി മുരളീധരൻ മുന്നോട്ട് വന്നിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തോട് ഈ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു പരിഹാസ രൂപേണയാണ് മാധ്യമങ്ങൾക്ക് മറുപടി പറയുന്നത്. ഇത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി മറുപടി പറയാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇന്നലെ നമ്മൾ
ഈ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളടക്കം മുരളീധരനോട് ചോദിച്ചപ്പോഴും അദ്ദേഹം പരിഹസിക്കുകയല്ലാതെ അതിന് കൃത്യമായി മറുപടി പറയുകയോ അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കണമോ രാജിവെക്കേണ്ട എന്ന കൃത്യമായ ഒരു തീരുമാനമെടുക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വെളിവാക്കുന്നതും. എന്തായാലും ഇന്ന് പ്രധാനമായും കൈയൊഴിയുമോ, അതായത് വി മുരളീധരൻ സുരേന്ദ്രൻ കൈയൊഴിയുമോ എന്നാണ് പ്രധാനമായും അറിയേണ്ടത്. കാരണം നേതൃത്വത്തിൽ എന്തായാലും ഇത്തരത്തിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിയണമെന്ന ആവശ്യം ശക്തമായി ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും വി മുരളീധരൻ എടുക്കുന്ന നിലപാട് എന്നാണ് പ്രധാനമായും അറിയേണ്ടത്. മാത്രമല്ല, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം വരുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയം കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് നോമിനിയാക്കിയത് അത് സുരേന്ദ്രനാണെന്ന് പറയുന്ന പക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടതെന്നും പറയുന്നു. മാത്രമല്ല, പാലക്കാട് നടന്നത് ഒരു കോൺഗ്രസിനെ അനുകൂലിക്കുക എന്നൊരു തരത്തിലേക്ക് പാലക്കാടെ വോട്ട് മാറിയെന്നും ഒരു പക്ഷം ആക്ഷേപമുണ്ട്. അത് പ്രധാനമായും തൃശ്ശൂരിലെ വിജയത്തിന് പകരമായി കോൺഗ്രസിന് പാലക്കാട് നൽകിയെന്നാണ് ഈ പക്ഷം പ്രധാനമായും ആരോപിക്കുന്നത്. അത്തരത്തിൽ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന നിരവധിയായ പരസ്യ പ്രതികരണങ്ങൾ നാം ഈ ദിവസങ്ങളിലെല്ലാം കാണുകയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് യോഗം ചേർന്നത്. പ്രധാനമായും സുരേന്ദ്രൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ഇന്ന് എന്തായാലും യോഗത്തിൽ ഉയരും. അതിൽ മറ്റു നേതാക്കളും എന്തായിരിക്കും ഈ തീരുമാനമെടുക്കുക എന്നാണ് പ്രധാനമായും അറിയുന്നത്. എന്തായാലും പാലക്കാട് 18 കൗൺസിലർമാർക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി വലിയ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് പാർട്ടി. എന്തായിരിക്കും ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുക എന്നതും പ്രധാനമായും അറിയേണ്ടതാണ്. എന്തായാലും രാജി സന്നദ്ധത കെ സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. താൻ രാജിവെക്കാൻ തയ്യാറാണ്. കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ താൻ രാജിവെക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കൾ ഇന്ന് ഒരേ സ്വരത്തിൽ ഇത് ആവശ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ പക്ഷവും കൃഷ്ണദാസിന്റെ പക്ഷവും എന്തായാലും സുരേന്ദ്ര വിരുദ്ധമാണ്. ഇരുചേരികളായി ഇവർ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത്. ഇത് ഈ പാലക്കാട് വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നേരത്തെ തന്നെ BJP-യിൽ ഈ വിഷയങ്ങൾ ഉടലെടുത്തതാണ്. അത് ഈ പാലക്കാട് വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് രൂക്ഷമായി എന്ന് മാത്രമാണ് നമുക്കിതിൽ പറയാൻ കഴിയുക. മാത്രമല്ല, അത് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ തോൽവി സംബന്ധിച്ചും അത് വലിയ പ്രതിസന്ധിയിലേക്ക് BJP-യെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അതായിരിക്കും ഇന്ന് എന്തായാലും പ്രധാന വിഷയമായി ഉന്നയിക്കപ്പെടുക. നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് എന്തായാലും നേതാക്കൾ ഈ യോഗത്തിൽ ആവശ്യപ്പെടും. ഏതായാലും ആ യോഗം ചേരുമ്പോൾ വലിയ ചർച്ചയാകും നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങളെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ സുരേന്ദ്രനെതിരെ പടയൊരുക്കമാണ് BJP-യിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കെ സുരേന്ദ്രൻ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ അറിയാം.